Started applying later. Here I am. This is my house. Here I am. These bastards are creating stories from 10:50 to these bastards, these criminal bastards switched off, did not, got recorded my footages actually. And these criminals are doing all these things to create stories. I don't know what story these bastards are creating. കഥയുണ്ടാക്കുന്നവന്റെ കഥ അവന്റെ കഥയുണ്ടാക്കൽ കയ്യാൻകുട്ടൻ ഇങ്ങനെ ഇരിക്കുക കഥയുണ്ടാക്കാൻ എന്താ കഥയാണെന്ന് ഉണ്ടാക്കുന്നവന് ഏതവനോട് കേൾക്കുന്നതാടാ കഥ ഉണ്ടാക്കുന്നത് നീ കൊണ്ടുവാ അവനെ നീ കൊണ്ടുവാ നീ ചോടയുള്ള അപ്പന്റെ പോണ നീ ഇനി വാടാ അവനെ കൊണ്ട് നീ കഥയുണ്ടാക്കുന്ന അവനെ കൊണ്ട് ഇനി വാടാ നീ ചോടയുള്ള തണ്ട ഒറ്റത്തമ്മയ്ക്ക് അവനാണെങ്കിൽ വാടാ അവനെ കൊണ്ട് ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാണെന്ന് നീ വാ കഥയുണ്ടാക്കുന്നവനെ ഏതവനാണെന്ന് വെച്ചാല് അവനെ കൊണ്ട് നീ വാങ്ങിയ കഥയുണ്ടാക്കലവന് പെണ്ണുങ്ങളെ വെച്ച് കഥയുണ്ടാക്കിയ അവന് കഥയുണ്ടാക്കി ഇരിക്കുക തെമ്മാടി. ഹലോ ഹലോ ഇത് ആലപ്പുഴ സൈബർ സെല്ലല്ലേ വിളിച്ചത് ഇത് ഓലയിട്ടീമാണേ ഓലയിട്ടീമ മാവേലിക്ക ഇല്ലേ അറിയാം നമ്മുടെ വീട്ടില് ക്യാമറ ഉണ്ട് CCTV ക്യാമറ അപ്പോൾ കുറച്ച് ആൾക്കാർ നമ്മുടെ ക്യാമറ ഓഫ് ചെയ്യുക പിന്നെ റെക്കോർഡ് ആക്കാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മളെ കുറിച്ച് ആരൊക്കെ ഇവിടെ വരുന്നെന്ന് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ടാണ് ഇത് ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഓഫ് ചെയ്ത് ഗ്യാപ്പ് ഉണ്ടാക്കുന്നത് പണി കുറച്ച് ആൾക്കാർ ഇത് പണ്ട് 2020 നമ്മുടെ ക്യാമറ 5 അഴിച്ചു പൊട്ടിച്ചിട്ടായിരുന്നു ഇപ്പൊ ഇങ്ങനെ ചെയ്തിട്ടാണ് ഇങ്ങനെ ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുക എന്താ ചെയ്യേണ്ടത് ആരാധനത്തിന് നമ്മുടെ അയലത്തുള്ള കുറച്ച് ആൾക്കാരാണ് ഭയങ്കര ശല്യമാണ് നമ്മുടെ എൻ്റെ കയ്യിൽ എല്ലാം ഇരിപ്പുണ്ട് 5 CCTV ക്യാമറ അടിച്ചു പൊട്ടിക്കുന്നത് സഹിതം എല്ലാം നമ്മുടെ തെളിവായിട്ട് ഇരിപ്പുണ്ട് എന്തോ എവിടെയാ സൈബർ സെല്ലിന് പറ്റത്തില്ലേ സാറേ ആ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് സാറേ എടുക്കണം നമ്മുടെ ഈ റെക്കോർഡ് ആവാത്ത അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്താൽ പോരെ ആ ശരി സാർ ഓക്കെ
മന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയത്. അതിനുശേഷം കേന്ദ്ര ആരോഗ്യമന്ത്രി നദ്ദയുമായിട്ടും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിലേക്ക് തന്നെ കേരളത്തിലെ വിവിധ വിഷയങ്ങളാണ് ഉൾപ്പെടെയുള്ള ആരോഗ്യ മേഖലയിലെ മറ്റ് പല വിഷയങ്ങളും ഇരുവരും ഉന്നയിക്കുന്നത്. അതിനുശേഷം ഉച്ചയോട് കൂടിയാണ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ആ കൂടിക്കാഴ്ചയിൽ സംസ്ഥാന മന്ത്രി മുഹമ്മദ് റിയാസും കൂടിക്കാഴ്ചയുണ്ടായത്. നിതിൻ ഗഡ്കരിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ NH-66മായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉൾപ്പെടെയാണ് ചർച്ച ചെയ്തത്. നിലവിൽ NH-66 16 ബീച്ചുകളാണുള്ളത്. അതിൽ പല ബീച്ചുകളിലെയും ഒരു നിർമ്മാണ പ്രവർത്തനം കരാറുകാരുടെ അലംഭാവങ്ങൾ അല്ലെങ്കിൽ അനാസ്ഥ വൈകുന്നു എന്നൊരു കാര്യം കൃത്യമായി സംസ്ഥാനം ചൂണ്ടിക്കാട്ടുകയും അപ്പോൾ അത്തരത്തിൽ അനാസ്ഥ വരുത്തുന്ന ഉദ്യോഗസ്ഥരായി കരാറുകാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന ഒരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വരുന്ന ദിവസങ്ങൾ കൂടി തന്നെ ബീച്ചുകളുടെ എല്ലാം നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന നിർദ്ദേശം കൂടി നിതിൻ ഗഡ്കരി നൽകിയിട്ടുണ്ട്. ഈ വരുന്ന ജനുവരിയിൽ നിതിൻ ഗഡ്കരി കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. ഇതിന്റെ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് NH-66 ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് നിതിൻ ഗഡ്കരി കേരളത്തിലേക്ക് എത്തും. ആ ഒരു സാഹചര്യത്തിൽ മറ്റ് ഗ്രീൻഫീൽഡ് ഹൈവേകൾ അടക്കം നിർമ്മാണ ഉദ്ഘാടനം നടക്കും. പ്രധാനമായിട്ടും പാലക്കാട് കോയമ്പത്തൂർ ഗ്രീൻഫീൽഡ് ഹൈവേ, ഇതിനു പുറമെ കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് ഹൈവേ ഉൾപ്പെടെയുള്ളവയുടെ തന്നെ നിർമ്മാണ ഉദ്ഘാടനവും നടത്തുകയും ചെയ്യും. അതോടൊപ്പം തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡുമായി ബന്ധപ്പെട്ട നിലവിലെ തടസ്സങ്ങൾ എത്രയും പെട്ടെന്ന് നീക്കി നിർമ്മാണം ആരംഭിക്കാനായിട്ടുള്ള ഒരു നിർദ്ദേശം കൂടി NHAക്ക് നിതിൻ ഗഡ്കരി ഇന്നത്തെ യോഗത്തിന് ശേഷം നൽകിയിട്ടുണ്ട്. പ്രവൃത്തി പുരോഗതി നേരിട്ട് പരിശോധിക്കാൻ അദ്ദേഹം ഈ ജനുവരി മാസത്തിൽ ഉപയോഗപ്പെടുത്തും എന്നാണ് ആവശ്യം. അദ്ദേഹത്തിന്റെ ഒരു നിലപാട് മാക്സിമം തീർക്കണമെന്നുള്ളത്. എത്രയാണ് തീരുന്നത് അതിന്റെ